ഫിഷ് ഹാച്ചറിയിൽ ഗപ്പി നിക്ഷേപം നടത്തി. ജൈവ കൊതുക് നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായാണ് ഗപ്പി നിക്ഷേപം നടത്തിയത്. ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, പന്മനമനയിൽ SPV/SG ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS എന്നിവ സംയുക്തമായാണ് ജൈവ കൊതുക് നിയന്ത്രണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കൊതുകിനെ അതിന്റെ പ്രജനന വേളയിൽ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗപ്പി മത്സ്യങ്ങൾ കൂടുതൽ സഹായിക്കുന്നത്. അതിന്റെ നിക്ഷേപം നമ്മുടെ ഈ ടാങ്കിൽ നിർവഹിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയും ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും പന്മനമനയിൽ SBV/SG ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ജൈവ കൊതുക് നിയന്ത്രണ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഫിഷ് ഹാച്ചറിയിൽ ഗപ്പി നിക്ഷേപം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കിത് സംരക്ഷിച്ച് നൽകിയ ഒരു തലമുറയുണ്ട്. വരുന്ന തലമുറയ്ക്ക് ഇത് പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ടും എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടും ഇതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയണം. അതിനുവേണ്ടിയാണ് ഇത്തരം പുതിയ ബോധവൽക്കരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഗപ്പി മത്സ്യങ്ങൾ നമുക്കറിയാം, അത് ചെയ്യുന്ന ഈ ഉദാത്തമായ പ്രവൃത്തി നമ്മുടെ സമൂഹത്തിനും ജനങ്ങൾക്കും ഗുണകരമാണ്. അത് പരിപാലിക്കണം. ഇവിടെ മത്സ്യങ്ങൾ ഇട്ടാൽ മാത്രം പോരാ, അതിൻ്റെ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് അതിനെ പരിപാലിക്കാൻ കൂടി പ്രിയമുള്ള NSS യൂണിറ്റ്, സാമൂഹിക പ്രതിബദ്ധതയുള്ള NSS യൂണിറ്റ് തയ്യാറാകണമെന്ന് മാത്രം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് തയ്യാറായിട്ടുള്ള CHCയെയും നമ്മുടെ NSS യൂണിറ്റിനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല, വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം അനീസ നിസാർ, PTA പ്രസിഡന്റ് അജി, പ്രിൻസിപ്പൽ ബിന്ദു, NSS കോർഡിനേറ്റർ മഞ്ജു, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു, JHI മനോജ് എന്നിവർ പങ്കെടുത്തു. ഇവിടെ ഈ ഒരു ഗപ്പി നിക്ഷേപം നടത്തുന്നതിന്റെ ഭാഗമെന്ന് ഉദ്ദേശിക്കുന്നത് NSS കുട്ടികളെ പരിചരണം ഏറ്റെടുക്കും. തുടർന്ന് നമുക്ക് ഈ സ്കൂളിലുള്ള ഏകദേശം 300ഓളം സ്ട്രെങ്ത്. അപ്പോൾ ആ 300 കുട്ടികളുണ്ടെങ്കിൽ ആ ഓരോ കുട്ടികളെ വീടുകളിൽ ഈ ഗപ്പി മത്സ്യത്തെ വളർത്തുകയും അതുവഴി നമുക്ക് കൊതുകിന്റെ നിവാരണം, ജൈവ നിയന്ത്രണ മാർഗം സ്വീകരിക്കാൻ പറ്റും. അതുകൂടാതെ പൊതുജനങ്ങൾക്കും വേണം ഇവിടുന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആ രീതിയിലുള്ള ഒരു ഹാച്ചറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലുള്ള ഹാച്ചറികൾ നമ്മുടെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം ഇതുപോലുള്ള ഹാച്ചറികളുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.